നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ ഉടനെ മാറ്റേണ്ടെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തതോടെ താൽക്കാലികമായി സുരേന്ദ്രന് ആശ്വസിക്കാമെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉണ്ടായ ബി.ജെ.പിയിലെ പൊട്ടിത്തെറി ഉടനെങ്ങും കെട്ടടങ്ങില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. വിമത നീക്കമാണ് പാലക്കാട്ടെ പരാജയ കാരണമെന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് വഴങ്ങേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ. ഇതിനിടെയാണ് ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ കോഴിക്കോട് പ്രസ് ക്ലബിന് സമീപത്തും ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലും പ്രത്യക്ഷപ്പെട്ടത്. സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് പോസ്റ്റർ ബി.ജെ.പി. പ്രവർത്തകർ നീക്കിയത്. എന്നാൽ ഈ പോസ്റ്ററുകളിലും വാർത്തകളിലും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ബി.ജെ.പിയിൽ നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായി എന്നത് വെറും മാധ്യമ സൃഷ്ടിയാണ് എന്നുമാണ് സുരേന്ദ്രന്റെ വാദം. ശോഭാ സുരേന്ദ്രനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആണോ? വെറും മാധ്യമ സൃഷ്ടി മാത്രമാണോ? അങ്ങനെ പടലപ്പിണക്കമില്ലെങ്കിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന നിർണായക യോഗത്തിൽ എന്തുകൊണ്ടാകും പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും എൻ. രാധാകൃഷ്ണനും പങ്കെടുക്കാതിരുന്നത്? ബി.ജെ.പിയിലെ ഈ ഉൾപാർട്ടി പോരും സുരേന്ദ്രനെതിരായ പടയൊരുക്കവും വെറും മാധ്യമ സൃഷ്ടി മാത്രമാണോ? ബി.ജെ.പിക്കുള്ളിൽ ഒരു പ്രശ്നങ്ങളുമില്ലേ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സ്വാഗതം പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി. ആദ്യ പ്രേക്ഷകനായി നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാറാണ്. ജയകുമാർ, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. ജയകുമാറിന് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? അങ്ങനെ ഒരു പ്രശ്നവും ഈ പറയുന്നത് പോലെ ബി.ജെ.പിക്കുള്ളിലില്ലേ? ഈ സുരേന്ദ്രന്റെ നേതൃമാറ്റം ഒന്നും ആരും അവിടെ ആവശ്യപ്പെടുന്നില്ലേ? വെറും മാധ്യമ വാർത്ത മാത്രമാണോ ഇത്? നമസ്കാരം മാഡം. നമസ്കാരം. ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഉള്ളതുകൊണ്ടാണല്ലോ സന്ധ്യവാര്യർ മാറിയത്. ഇനി സന്ധ്യ വനസ്പതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ കൃഷ്ണദാസ്, ഇങ്ങനെ ഓരോരുത്തരും നേതാക്കന്മാർ ഓരോരുത്തരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ എല്ലാ ആവശ്യവും നേതൃത്വം മാറണം. സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളാണ്, ഓരോ മുമ്പോട്ട് പോകുന്നില്ല. സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ഇത് തീർത്തും ബി.ജെ.പി. തന്നെ ഇല്ലാതായി പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു, ജനങ്ങൾ അറിയുന്നു. അവരുടെ നേതൃത്വം ഇടപെട്ട് അത് പ്രശ്നമാകുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയായിട്ട് മാറുന്നു. അതെ, അപ്പോൾ അതാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ജയകുമാർ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വയലാറിൽ നിന്ന് ശശിധരനാണ്. ശശിധരൻ, നമസ്കാരം, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ആദ്യമേ തന്നെ നമസ്കാരം. യുവർ ഗുഡ് നെയിം പ്ലീസ്? എന്റെ പേര് ആര്യ. ആര്യ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് മാനുവായിട്ട് വാദിച്ചതാണ്. നിങ്ങൾക്ക് സ്ത്രീ സംവരണം ഇല്ല എന്നുള്ള പ്രശ്നത്തിൽ ഞാൻ, കാരണം മിക്കവാറും മനുവും കിരണുമാണ് ഈ പരിപാടി അവതരിപ്പിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പോരാ, എല്ലായിടത്തും നമ്മൾ സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു, നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു. അതിനായാലും സന്തോഷമുണ്ട് നിങ്ങൾ വന്നതിൽ. ഇടയ്ക്കൊക്കെ ഞാനും വരാറുണ്ട്, കാണാറുണ്ടല്ലോ അല്ലേ? വന്ന, പക്ഷെ എന്നാലും കൂടുതൽ ഇവരാണല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം ആകുമ്പോൾ 1 പ്രാവശ്യം നിങ്ങൾ വേണമെന്നാ ഞാൻ വാദിച്ചു. പക്ഷെ മണിച്ചേട്ടനും കിരൺ ചേട്ടനും അല്ലേ ഇതിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള 2 പേര്? അതെ അതെ അതെ. അപ്പൊ കൂടുതൽ സമയം അവര് ചെയ്യട്ടെ. ഇപ്പൊ മഹിളകൾ ഇതിനകത്ത് പങ്കെടുക്കാറുണ്ട് ഈ സംവാദത്തില്. അതെ അതെ, ഉണ്ട്. പ്രേക്ഷകരായിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, വനിതകൾ വിളിക്കാറുണ്ട്. ഈ വിഷയത്തെ പറ്റി പറഞ്ഞാല് ഇത് കഴിഞ്ഞ ദിവസം മിനിയാന്ന് ഇന്നലെ ഇത് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇന്നലെയാണ് ഈ വാർത്ത സുരേന്ദ്രൻ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള വിഷയമായിരുന്നല്ലോ ചർച്ച ചെയ്തത്. അപ്പൊ ഇത് സത്യത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും കയ്യിലിരിപ്പിതാണ്. കാരണം എന്തെങ്കിലും വസ്തുതകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ കാര്യങ്ങളോടടുക്കുമ്പോൾ അവർ പറയും ഇത് മാധ്യമ സൃഷ്ടിയാന്ന് പറയാം. അതൊരു സ്ഥിരം പല്ലവിയായിട്ട് മാറിയിട്ടുണ്ട്. എന്തുണ്ടായാലും അവസാനം ഇത് സത്യം തെളിയുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ആരും ഇതിനെ എതിർത്തില്ല. സുരേന്ദ്രൻ തന്നെയാണ് വന്നിട്ട് ഇതിനകത്ത് രാജിവെക്കുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോവുകയായിരുന്നു. പിന്നെ ഇപ്പോൾ അത് മാധ്യമദൃഷ്ടിയാണ് തട്ടിത്തീർക്കുന്നത്. സുരേന്ദ്രനെ മാറ്റാൻ ഉദ്ദേശമില്ല. സുരേന്ദ്രനെ മാറ്റാൻ നാണക്കേടാകുമെന്ന് ഇവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. മാധ്യമങ്ങളുടെ തലവെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സുരേന്ദ്രൻ മാറിയാലും സുരേന്ദ്രൻ മാറിയില്ലേലും കേരളത്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറ്റി ഒരു അഭിപ്രായം ഭാവിയിൽ ഇനി ഉണ്ടാകാൻ പോലില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി ആ രീതിയിലാണ്. ഇപ്പൊ മുണ്ടക്കൈ ദുരന്തത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാലോ, 10 പൈസ ഈ സമയം വരെ കൊടുത്തിട്ടില്ല. ഇത് ഇവർ ചെയ്യുന്നത് ഈ പ്രവൃത്തി കൊണ്ടാണ് ഇവർക്ക് ഇവിടെ പ്രസക്തി നഷ്ടപ്പെട്ടു കൊടുക്കുന്നത്. അല്ല സുരേന്ദ്രൻ വന്നാലോ ദേവേന്ദ്രൻ വന്നാൽ പോലും ഈ രാഷ്ട്രീയ കക്ഷി ഈ നയം കൊണ്ടാണെങ്കിൽ ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവർക്ക് രക്ഷപ്പെടാമായിരുന്നു. കുറച്ചുകൂടെ എങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉദാരമായ സമീപനം കേരളത്തോട് ചെയ്തിരുന്നെങ്കിൽ. ഒരു സുരേഷ് ഗോപി വന്നു,
അങ്ങനെ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് അങ്ങനെ കൊണ്ട് ഒരു ഗുണമില്ല. ശരി സഹോദരി, നിർത്തുക. ശരി, വളരെ നന്ദി ശശിധരൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. എന്താണ് ഈ വിഷയത്തിൽ രാധാകൃഷ്ണന്റെ ഒരു അഭിപ്രായം? നമ്മൾ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചത് സുരേന്ദ്രൻ മാറണമോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. BJPക്കുള്ളിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് സുരേന്ദ്രൻ ഇന്ന് പറയുകയുണ്ടായി. ശോഭാ സുരേന്ദ്രനും അത് തന്നെ പറഞ്ഞു. അതിനിടയിലാണ് ഈ നിർണായക യോഗത്തിൽ മുതിർന്ന മറ്റ് നേതാക്കന്മാരൊന്നും പങ്കെടുക്കാതിരുന്ന വാർത്ത കൂടി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ വെറും മാധ്യമ സൃഷ്ടിയാക്കി മാത്രം മാറ്റിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ സുരേന്ദ്രനാകുമോ? അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലേ? പൊതുജനത്തിന് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും മാധ്യമ സൃഷ്ടിയല്ല. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള കണക്കുള്ള പ്രശ്നം BJPയിലുമുണ്ട്. BJPയിൽ അത് രൂക്ഷമാണെന്നേ ഉള്ളൂ. സാധാരണ ഒരു ബഹുജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പൊതുസംഘടനയാകുമ്പോൾ വിഷയങ്ങൾ സ്വാഭാവികമാണ്. ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സംഘടനയാകുമ്പോൾ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളവരെ സ്വാധീന ശക്തികളായിട്ടുള്ള നേതാക്കന്മാർ ഒതുക്കുന്നതുമൊന്നും രാഷ്ട്രീയ പാർട്ടിയിൽ പുത്തരിയല്ല. പക്ഷേ ഇത് ഒരിക്കലും മാധ്യമ സൃഷ്ടിയല്ല. ശോഭാ സുരേന്ദ്രനെ എടുത്തു നോക്കൂ. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPയുടെ കേരളത്തിലെ ചരിത്രം നോക്കിയാൽ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്നേ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രനോട് കൂറുള്ള താഴെത്തട്ടിലെ പ്രവർത്തകർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് പാർട്ടിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ പാർട്ടിക്ക് വേണ്ടി ഒരു കാലത്ത് കഷ്ടപ്പെടുത്ത CK പത്മനാഭനെയൊക്കെ അറിയാമല്ലോ. ഈ കേരളത്തിൽ ഈ പ്രസ്ഥാനത്തെ ഇന്നേ ദിവസം വരെ കൊണ്ടു നടന്നതിൽ ഏറ്റവും ഒന്നാമനാണ്. സാധാരണ പ്രവർത്തകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് CK പത്മനാഭൻ. ഇന്നലെ വന്നവരും ഡൽഹിയിൽ താമസിച്ചവരും എല്ലാം കേന്ദ്രമന്ത്രിയായി, ഗവർണറായി. ഈ കേരളത്തിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാലത്ത് ശ്രമിച്ച CK പത്മനാഭനെ നേതൃത്വം മറന്നുപോയി. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരെയും ജീവൻ കളയുന്നവരെയൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഈ അധികാരത്തിൽ ആരെങ്കിലും കിട്ടുമെങ്കിൽ അന്ന് ആരെ കിട്ടിയാലും അവർ അത് മിക്കവാറും പാർട്ടികളൊന്നും വ്യത്യസ്തരല്ല. അവർക്ക് പാർട്ടിക്ക് വേണ്ടി, അതുകൊണ്ട് എന്താ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ പാർട്ടികളെ ഇനി ആരും വിശ്വസിക്കത്തില്ല. കാരണം എവിടുന്ന് ആര് വന്നാലും പിടിച്ചു കയറ്റി അവനെല്ലാം കൊടുക്കും. പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഇന്ന് കേരളത്തിൽ അതിനേക്കാൾ ഒരു സാത്വികനായിട്ടുള്ള ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, നേതാവ് PP മുകുന്ദൻ. അദ്ദേഹത്തിന് ഒന്നുമല്ലാതാക്കിയതിനകത്ത് പടലപ്പണക്കമാണ്. രാമൻപിള്ള, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ അടിയുറച്ച നേതാക്കൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശോഭയ്ക്ക് ഈ പാർട്ടിയിൽ ഭാവിയുള്ളത്. അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ അങ്ങേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊക്കെ അവർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടത്തിയത്. അവരെ ഒതുക്കലിന്റെ, സ്ത്രീത്വത്തെ അവഗണിക്കലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അവർ. പക്ഷെ അവർ പവർഫുൾ ആയതുകൊണ്ടാണ് അവർ ഇന്ന് അതിൽ നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഒതുക്കുന്ന ചരിത്രം അതിങ്ങ് താഴെ ബൂത്ത് തലം വരെ ഉണ്ട്. ഇപ്പോൾ മോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഈ BJPയിൽ ആളുണ്ടായത്. അതിനു മുമ്പ് ത്യാഗം ചെയ്തവരെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവരൊക്കെ ഇന്ന് നിങ്ങളൊരു സർവേ നടത്തൂ. താഴെ തട്ടിൽ നിന്ന് മേലെ തട്ടൊരു സർവേ എടുത്തു നോക്കൂ. അപ്പോൾ ഈ പാർട്ടി രക്ഷപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ സുരേന്ദ്രനും സന്ദീപ് വാര്യരൊന്നും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല. ശരി, വളരെ വ്യക്തമാണ് രാധാകൃഷ്ണൻ താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നത്. ഷാജി നമസ്കാരം, എന്താണ് അഭിപ്രായം? നമസ്കാരം ആര്യ. നമസ്കാരം, പറഞ്ഞോളൂ. ഇവിടെ കളിക്കുന്ന എല്ലാം നാടകമാണ്. മനുഷ്യനെ വെറും പൊട്ടനാക്കുകയാണ്. ഈ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഈ പ്രധാനമന്ത്രിയോട് വന്നിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തോ? ആ വയനാടിനെ ഓർത്തോ? പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? പിന്നെ അത് കൂടാതെ കൊണ്ട് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് എന്തുവാ പറഞ്ഞത്? തീറ്റയാണെന്ന് പറഞ്ഞില്ലേ? ഇതാണോ BJP? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഈ തെരഞ്ഞെടുപ്പ് വന്നു, എവിടെയെങ്കിലും ഒരിടത്ത് ജയിച്ചോ? ഇതൊക്കെ വെറും ഒരു കള്ളനാടകമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. വളരെ വ്യക്തമാണ്. ഓക്കെ. വളരെ നന്ദി ഷാജി പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. എന്തായാലും ഇതെല്ലാം അന്തർനാടകങ്ങൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയല്ല.
അക്ഷരാർത്ഥത്തിൽ അവിടെ ഉൾപാർട്ടി പോര് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇതുവരെ വിളിച്ച എല്ലാ പ്രേക്ഷകരും നമ്മളോട് പങ്കുവച്ചത്. മുഹമ്മദ് മഞ്ചേരി ചേരുന്നുണ്ട്. മുഹമ്മദ്, നമസ്കാരം. താങ്കൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണോ ഉള്ളത്? അതെ അതെ മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ എല്ലായിടത്തും കേട്ടു. ഇനി ഞാൻ പറയാൻ പോവുകയാണ്. ഇവർക്ക് എന്താ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവർക്ക് പണത്തിന്റെ കൊഴുപ്പാ. അപ്പോ ആ പണത്തിന്റെ കൊഴുപ്പില് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് പരസ്പര അടിയാണ്. അതിലിപ്പോ ഈ മുമ്പ് സംസാരിച്ച ആ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു, CK പത്മനാഭന്റെ കാര്യം പറഞ്ഞു. അയാൾ നല്ല നേതാവായിരുന്നു, എല്ലാരും കാര്യം പറഞ്ഞു. അപ്പൊ അതൊക്കെ ഓരോരുത്തർക്കും കൈയിട്ട് വാരാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ്. ആ അവസരം ഉണ്ടാക്കുമ്പോ ഓരോ ഒരു കാര്യം ചെയ്യേണ്ടതിന് മാഡം, ഈ വയനാട്ടില് ഈ കണ്ട പിന്നെ ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഒക്കെ കല്ലൊക്കെ കുത്തിയൊലിച്ച് പോകുന്ന അതിലൊക്കെ ജനം നടന്ന് മരിച്ച് എന്തെല്ലാം ഉണ്ടായി. ഒരു പൈസ അതിന് കൊടുത്തോ? അല്ലെങ്കിൽ ഈ നേതാക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കക്ഷി, പിന്നെ അതിന്റെ അപ്പുറത്തെ കക്ഷി സുരേന്ദ്രൻ, നമ്മളെ ബഹുമാനപ്പെട്ട MP തൃശ്ശൂരിന് ജയിച്ച ഇവരൊക്കെ അവിടെ ഉണ്ടായല്ലോ. അപ്പൊ അവര് പറയേണ്ടതല്ലേ ഇവിടുത്തെ ഈ ദാരിദ്ര്യം പിടിച്ച ഈ കേരളത്തില് ദാരിദ്ര്യമൊന്നുമില്ല, പക്ഷെ അവിടെ ദാരിദ്ര്യം. അപ്പൊ അവിടേക്ക് നല്ലൊരു സംഖ്യ കൊടുക്കണം. അപ്പൊ വേറെ സ്റ്റേറ്റിക്ക് അപ്പൊ കൊടുത്തിട്ടുള്ളത് ഇന്ന് നിങ്ങളെ ചാനലിൽ കണ്ടു. അതേ സമയത്ത് ഇവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്ക് കൊടുക്കണ്ടേ? ഇവര് മാറിയില്ല എന്നുള്ളതും പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾക്ക് വയററിയൊന്നുമില്ല. അവിടെ അവർക്ക് ഭൂമിയും കിട്ടൂല, പിന്നെ വരിയും കിട്ടൂല, വേറെള്ളതും കിട്ടൂല. അത് ഒന്നുമില്ലെങ്കിലും ഈ സർക്കാർ ശരിയാക്കി കൊടുക്കും മാഡം. എന്തായാലും ഈ പടലപ്പിണക്കവും ഉൾപാർട്ടി പോരും ഒക്കെ മാറ്റിവെച്ച് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകമെന്നുള്ള നിലയിൽ അത്തരത്തിൽ പ്രവർത്തിക്കണം, സംസ്ഥാനത്തിന് വേണ്ടി ആവശ്യങ്ങൾ അവിടെ അറിയിക്കണം എന്നുള്ളതാണ് മുഹമ്മദ് പറയുന്നത്. വളരെ നന്ദി മുഹമ്മദ് വിളിച്ചതിന്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മൻമോഹനാണ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. മൻമോഹൻ, നമസ്കാരം, സ്വാഗതം. പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം മാഡം, ഇത് BJPന്റെ നേതൃത്വം മാത്രം മാധ്യമ സൃഷ്ടിയല്ല, ജനങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയാണിത്. കാരണം വെച്ചാല് ഇന്ന് നോക്കുമ്പോൾ നേമത്തെ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും പാലക്കാട്ടിൽ ജയിക്കുമെന്ന് വിചാരിച്ച തെരഞ്ഞെടുപ്പും പിന്നെ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈസിയായിട്ട് ജയിക്കാൻ പറ്റിയ സ്ഥലത്തെല്ലാം ഇപ്പൊ അടുത്ത കാലത്തായി തോറ്റുകൊണ്ടിരിക്കുക. അപ്പം BJP വളർന്നുകൊണ്ടിരിക്കുമ്പം ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പം അതൊരു ചിന്തിക്കേണ്ട പ്രശ്നം തന്നെയാണ്. പിന്നെ BJP അനുഭാവിയാണോ? ഞാനൊരു അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. മൻമോഹന്റെ അഭിപ്രായം അത് തന്നെയാണ്, സുരേന്ദ്രൻ മാറണമെന്നുള്ളതാണ് അല്ലേ? കാണില്ല, ഗോഡ് ഫാദർ ആയിട്ട് കേന്ദ്രത്തിൽ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ മാറ്റാൻ ഇങ്ങനെ തന്നെ പിടിച്ചേക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് മാറ്റുന്ന സമയമൊക്കെ പിന്നെ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെന്ന് പറയുന്നു, പക്ഷെ ഒരു കരിസ്മ കൊണ്ട് ജയിച്ചതാ മോഡിന്റെ ഇതും. പിന്നെ തൃശ്ശൂർ ജയിച്ചത് ജസ്റ്റ് ബിക്കോസ് ഓഫ് സുരേഷ് ഗോപി, അല്ലാണ്ട് വേറെ നേതൃത്വത്തിന്റെ കഴിവൊന്നുമല്ല. ഇനിയിപ്പോ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഡിസംബറിലോ ജനുവരിയിലോ അതോ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചനകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് ആരെത്തണമെന്നുള്ളതാണ് മൻമോഹന്റെ ഒരു ആഗ്രഹം, താല്പര്യം. ഒരുപാട് ആൾക്കാരുണ്ട് മാഡം, ഒരുപാട് പൊളിറ്റിക്കലി ഇതില്ലാതെ അക്കോമഡേഷൻസ് ഒരുപാടുണ്ട്. TP സെൻകുമാർ ഉണ്ട്, ജേക്കബ് തോമസ് ഉണ്ട്, രാമസിംഹൻ ഉണ്ട്, PC ജോർജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അവരെന്തോ തടഞ്ഞ മാതിരിയില്ല, വെറും പഴയ പൊളിറ്റീഷ്യൻസ് മാത്രം ഇങ്ങനെ നിന്ന് അവർ വേറെ ആൾക്കൊന്നും അവസരം കൊടുക്കാണ്ട്. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ വെച്ചാൽ നല്ലൊരു അപ്കമിങ് ലീഡർ ആയിരുന്നു. ബിക്കോസ് ഒരു ഈഗോ വെടിഞ്ഞിട്ട് ആ ഇലക്ഷൻ സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് പോയിട്ട് എന്താ പ്രോബ്ലം ഇല്ല സോൾവ് ചെയ്യേണ്ട ഇതിന്റെ ലീഡർഷിപ്പിന് വേണം, അത് അവർ ചെയ്തില്ല. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇതിലും നല്ല വോട്ടില് ഒരുപക്ഷെ പാലക്കാട് ജയിക്കാൻ പറ്റുമായിരുന്നു. ഫാക്ടർ അവിടെ പാലക്കാട് പ്രതിഫലിച്ചു എന്നാണോ കരുതുന്നത്? നാച്ചുറലി ഉണ്ടാവുമല്ലോ, നാച്ചുറലി ഉണ്ടാവും. പിന്നെ പോരാണ്ട് വെച്ചാല് കേരള ലുനാറ്റിക് SLM എന്നാ പറയുന്നത്. അത് ജാതിപരമായി എന്നും മാറിയിട്ടില്ല. കുറച്ച് നായർ വോട്ട്സ് കുറച്ച് കിട്ടി, പിന്നെ അതുമാതിരി SDP യുണൈറ്റഡ് ആയി. അതും പിന്നെ ഓഫ് കോഴ്സ് സന്ദീപ് വാര്യർ ഫാക്ടറും കുറച്ചുണ്ടാവും. ശരി, വളരെ നന്ദി മൻമോഹൻ വിളിച്ചതിനും വിശദമായി ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പ്രദീപാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നമസ്കാരം പ്രദീപ്, സ്വാഗതം പൊതുവേദിയിലേക്ക്. താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മിസ്, താങ്കളെ കുറെ നാളെ കാണാനില്ലായിരുന്നു. ഞാൻ പൊതുവേദിയിൽ ഇല്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അതെ അല്ല, ഇടയ്ക്ക് നമുക്ക് ഈ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി താങ്കൾ ഇടയ്ക്കിടയ്ക്ക് വരണം. എനിക്ക് തോന്നുന്നു ഒരു ഷിഫ്റ്റ് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. താങ്കൾ ഒരു ദിവസം അല്ല, ഈ പുരുഷാധിപത്യം ഉള്ളത് കൊണ്ടൊന്നും അല്ല കേട്ടോ പൊതുവേദിയിൽ വനിതകൾ വരാത്തത്. അതിന് ഏറ്റവും ആപ്റ്റായ രണ്ടുപേരെയാണ് നമ്മൾ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മാത്രമാണ്.
ഇല്ലില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം പൊതുവേദിയുടെ ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു സമയശകലം കൂട്ടിത്തരിക എന്നുള്ളത്. എന്തായാലും അത് ചെയ്തതിന് ആദ്യമായിട്ട് താങ്കൾക്ക് ഒരു നന്ദി, ന്യൂസ് 18. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇച്ചിരി തിരക്ക്. ഈ നമ്മുടെ സരിത്ത് ജയിച്ചത് കൊണ്ട്, പാലക്കാട് സരിത്ത് 4000 വോട്ടിൽ പരം ഭൂരിപക്ഷത്തോടെ ജയിച്ചത് കൊണ്ട് എനിക്ക് പക്ഷെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറയാൻ കഴിച്ചിട്ടില്ലായിരുന്നു. താങ്കൾ പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ, ആവർത്തിക്കാമോ? അല്ല, പാലക്കാട് സരിത്ത് ജയിച്ചില്ലയോ? സരിത്തല്ലേ ജയിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ ജയിച്ചത്? സോറി. എന്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് പരിപ്പോട് വരെ തിന്നുപോയി അന്വേഷിച്ച് എല്ലാ ഡീറ്റെയിൽ എടുത്തപ്പോൾ 4000 വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ ആ പുള്ളിയെ വിശ്വസിക്കില്ല. എന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പൊ പുള്ളി ഇനിയിപ്പാണ് ഞാൻ വിശ്വസിക്കത്തില്ല. പൊതുവേദിയിൽ വരും കുറച്ചു നേരം കഴിയുമ്പോൾ വരും. എനിവേ, ഞാൻ സബ്ജക്റ്റിലോട്ട് വരാം. BJPയുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് നേതാക്കന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പൊ സുരേന്ദ്രനെ തന്നെ ഇരിക്കണം. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. സുരേന്ദ്രനൊക്കെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് മഞ്ചേശ്വരത്തൊക്കെ 85 വോട്ടിലൊക്കെ നിയർലി വന്നതാണ്. അപ്പൊ ഇവർ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് MLA യോ MP യോ അങ്ങനെ ആവാൻ ശ്രമിക്കുന്നതല്ലാതെ ഈ പൊസിഷനിലൊക്കെ കുറച്ചും കൂടെ നല്ല പക്വതയാർന്ന, അവിടെ നേരത്തെ കുറച്ച് വ്യക്തികൾ പറഞ്ഞതുപോലെ കുറച്ച് പക്വതയാർന്ന ആൾക്കാർ വരണം. അവര് മത്സരിക്കണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ കേന്ദ്രത്തിൽ പറയുന്നത് പോലെ ഹിന്ദു വൈരാഗ്യം, മുസ്ലിം വൈരാഗ്യം, ഇത്തരം വർഗീയത വർത്താനങ്ങളൊന്നും ഇവർ പറയാൻ പാടില്ല. അതൊന്നും ആയിരിക്കില്ല. കേരളത്തില് അവർക്ക് BJPക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ഒരു ട്രെൻഡ് വേറെയാണ്. ഇവിടെ ആൾക്കാരുടെ മനസ്സിൽ വേറെയാണ്. ഇവിടെ ആർക്കും ഇങ്ങനെ വൈരാഗ്യം, നമുക്കൊന്നും ഈ നോർത്ത് ഇന്ത്യയിലെ പോലത്തെ അതേ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് നമുക്കൊരു സഹകരണ മനോഭാവത്തിൽ കൂടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ മാത്രമേ പറ്റൂ. അല്ലാതെ ഒരു പർട്ടിക്കുലർ ജാതി അല്ലെങ്കിൽ ഒരു മതം അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ BJPക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കണം, ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങണം. എങ്കിൽ മാത്രമേ. ഇപ്പം തന്നെ മഹാരാഷ്ട്രയിൽ വൻ ഭൂരിപക്ഷത്തോടെയല്ലേ അവർ തൂർത്ത് വാരിയത്. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ നേതൃത്വത്തിന് ഒരു തക്കതായ അതെല്ലാം ഒരു പാഠമാണ്. എന്തായാലും ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. സന്തോഷം. വളരെ നന്ദി പ്രദീപ്, താങ്കളും വിളിച്ചതിനും അഭിപ്രായമെല്ലാം പങ്കുവച്ചതിനും. എന്തായാലും മറ്റൊരു പ്രേക്ഷകന് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷാജിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ഷാജി, നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്താണ് ഷാജിക്ക് ഈ വിഷയങ്ങളിലൊക്കെ തോന്നുന്നത്? അല്ല, തുടർച്ചയായിട്ട് 2 ദിവസം BJPക്കായിട്ട് വെള്ളം കോരുന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ വെള്ളം കോരുകയാണോ BJPക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ പക്ഷപാതപരമായിട്ടുള്ള പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ EP ജയരാജന്റെ പിന്നെ ആത്മകഥയായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ചർച്ച നടത്തി. എന്നിട്ട് ഇപ്പൊ അതെന്തായി? എന്നിട്ട് DC ബുക്സ് അതിനകത്ത് നിന്നൊക്കെ അതിന്റെ മുന്നിൽ നിന്നവരെയൊക്കെ നടപടിയെടുത്തു. അതിനകത്ത് EP ജയരാജന്റെ ഭാഗമാണ് ശരിയെന്ന് വരുത്തി തീർത്തു. അതിന്റെ പേരിൽ ഒരു ചർച്ചയോ ഏതെങ്കിലും നടത്താൻ നിങ്ങൾ തയ്യാറായിരുന്നോ? നിങ്ങൾ തുടർച്ചയായിട്ട് 2 ദിവസം എന്തായാലും BJPക്ക് നേതൃത്വം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ശ്രമത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിനോടൊപ്പം നിങ്ങളുടെ പക്ഷപാതപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിനെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഷാജി, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് ഒരു 10 കോളോളം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും തോന്നാത്തൊരു അഭിപ്രായമാണ് ഷാജിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല BJPക്ക് അനുകൂലമായിട്ടാണ് ഈ ചർച്ചകളൊക്കെ കൊണ്ടുപോകുന്നത്. പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു വേദിയാണിത്. ഈ ചോദ്യം BJPക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു ചോദ്യവുമല്ല. ഈ ചോദ്യം എന്താണ്? BJPക്കുള്ളിൽ പടലപ്പിണക്കമുണ്ട് അല്ലെങ്കിൽ ഉൾപാർട്ടി പോരുണ്ട് എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അല്ല, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വിളിച്ച എല്ലാ പ്രേക്ഷകരും പറഞ്ഞ കാര്യമാണ്. താങ്കൾക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ ഇത് പക്ഷാപാതപരമായി പെരുമാറിയെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? വളരെ നന്ദി ഷാജി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശരത്ത്, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. ശരത്തിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. അതായത് നമുക്കിപ്പോ കേരളവും തമിഴ്നാട് ഒഴികെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഇത് കിട്ടിയെങ്കിലും കേരളത്തിലും തമിഴ്നാടിനും അത്ര വലിയ പവർഫുൾ അല്ല. നിലവിൽ ഇവിടെ ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ഭരിക്കുന്നതിനോടും വലിയ താല്പര്യമില്ല. കാരണം അധികാരങ്ങൾ മാറി കൈമാറ്റം ചെയ്ത് പോവേണ്ടതാണ്. ഇപ്പൊ ഒരാൾ മാത്രം ഇരുന്ന് ഏകാധിപതിയായിട്ട് ഭരിക്കുമ്പോൾ അതിനകത്തുള്ള ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പല കാര്യത്തിലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുള്ള അവഗണന നേരത്തെ ഉണ്ട്. പിന്നെ ഈ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളും ഇങ്ങനെ ആകുമ്പോൾ അതിനകത്തും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. കേരളത്തിനകത്ത് ഈ പാർട്ടിയിലും മറ്റുള്ള കാര്യങ്ങളിലും ഉണ്ടാവും. ശരി, വളരെ നന്ദി ശരത്ത് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. രാജഗോപാലൻ എന്ന ഒരു പ്രേക്ഷകൻ ചേരുകയാണ് പാലോട് നിന്ന്. നമസ്കാരം രാജഗോപാലൻ, പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം.
ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർത്ഥശൂന്യമായ ഒരു ചർച്ചയെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഹലോ, കേൾക്കാമോ? രാജഗോപാലൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, തുടർന്നോളൂ. അപ്പൊ അതിനകത്ത് ഒരു പാർട്ടിയുടെ ഭാരവാഹി ആരാണെന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് ഇപ്പൊ നമ്മള് ഈ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ ഭാരവാഹി ആരാകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണ്. അതിപ്പോ നമ്മൾ ഈ വെറുതെ അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങളുടെ സമയം മെനക്കെടുത്ത് ഈ പൊതു ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് ഈ ഇന്ത്യയിലും കേരളത്തിനകത്തും ഒക്കെ ഉണ്ട്. പറഞ്ഞോട്ടെ, നിങ്ങളുടെ അജണ്ടയിൽ ചർച്ച ചെയ്യാനാണെങ്കിൽ ദയവ് കാൽ കട്ട് ചെയ്യുക. അതല്ല, എന്റെ അഭിപ്രായമാണ് പൊതുവേദി എന്ന് പറഞ്ഞ അഭിപ്രായമാണെങ്കിൽ താങ്കൾ ഞാൻ പറയുന്നോട് കേൾക്കണം. ആ ധാരണ താങ്കൾക്ക് തെറ്റായി തോന്നാം, എനിക്ക് ശരിയായി തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ അത് എതിരായി പറയുന്നവരെ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിങ്ങളുടെ അജണ്ടയ്ക്ക് വ്യത്യസ്തമായി സംസാരിക്കുന്നവരെല്ലാം നിങ്ങൾ എതിരഭിപ്രായക്കാരാണെന്ന് പറയരുത്. എന്റെ അഭിപ്രായം പറയാനുള്ള വേദിയാണെന്ന് കരുതിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിളിക്കത്തില്ല മാഡം. നിങ്ങൾ താങ്കൾ മനസ്സിലാക്കിയ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ബിജെപിയുടെ ആഭ്യന്തര പ്രശ്നത്തിനകത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവര് തീരുമാനിച്ചോട്ടെ. സുരേന്ദ്രനെയോ അല്ലെങ്കിൽ വേറെ നരേന്ദ്രനെയോ അല്ലെങ്കിൽ വേറെ ഒരാളിനെയോ അവർ ഭാരവാഹി ആക്കി വെച്ചോട്ടെ. നമ്മൾക്ക് എന്താ നഷ്ടം? ബിജെപിയുടെ പ്രത്യയശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ നടക്കാനാണ് അവരൊരു പാർട്ടിയെ ഒരു ഭാരവാഹിയെ ഉണ്ടാക്കിയത്. അത് അവർ ചെയ്തോട്ടെ. നമ്മളിപ്പോ മാറ്റണമെന്നോ മാറ്റണ്ടെന്നോ ന്യൂസ് 8 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളോ കേരളത്തിലെ ജനങ്ങളോ പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അർത്ഥശൂന്യമായ ഒരു ചർച്ച എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വലിയ ജനകീയ വിഷയങ്ങളും എല്ലാം എടുക്കണമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി രാജഗോപാലൻ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഗുജറാത്തിൽ നിന്നാണ് നിക്സൺ. നിക്സൺ, നമസ്കാരം, സ്വാഗതം. കേരളത്തിലെ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഓക്കെ, നിക്സന്റെ കോൾ എന്തായാലും കട്ടായിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവേദിയിലേക്ക് മടങ്ങിയെത്താം. വീണ്ടും പൊതുവേദിയിലേക്ക് സ്വാഗതം. BJP-യിലെ നേതൃമാറ്റം എന്ന് പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് പോലെ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണോ? അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. എന്തായാലും ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപു, നമസ്കാരം, സ്വാഗതം. പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം ആര്യ. നമസ്കാരം. ഈ ഒരു പരിപാടി 1 മണിക്കൂറായി നീട്ടിയതിൽ മറ്റൊരു ചാനലിലും അവകാശപ്പെടാത്ത നിങ്ങളുടെ പ്രേക്ഷകരോടുള്ള ഒരു ഇതിനെ ഞങ്ങള് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല അഭിനന്ദിക്കുകയോടെ ചെയ്യാണ്. മറ്റൊരു ചാനലിലും ഈ ഒരു, കാരണം നേരിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു ലൈവ് പ്രോഗ്രാം കൂടെയാണ്, ഒരു കട്ടോ ഒന്നും ചെയ്യുന്നില്ല. അത് തന്നെ നിങ്ങളുടെ ധൈര്യമാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതിനെ അളവില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങളോട് അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തട്ടെ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഈ അമേരിക്കയിലൊക്കെ ഉള്ള പൗരന്മാരുടെ ഉള്ളിവട കച്ചവടത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഈ പരിപ്പുവട കടിച്ച ഇവർക്കൊക്കെ BJP-യുടെ ഈ വിജയം, പാലക്കാടുള്ള വിജയം 10,000-കണക്കിന് വോട്ടിനായിരുന്നല്ലോ വിജയിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സുരേന്ദ്രൻ തെക്ക് വടക്ക് കിടക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പാലക്കാട്ടെ തോൽവി എന്ന് പറയുന്നത് RSSന്റെ തോൽവിയാണ്. RSSന്റെ തോൽവി എന്ന് ഉദ്ദേശിക്കുന്നത് RSS ആണ് അവിടെ RSSന്റെ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. RSSന് ഇത്രയധികം ഒരു അടി കിട്ടുക എന്നുള്ളത് അവര് പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. 10,000-ഓളം വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ? അവരുടെ കൃത്യമായ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ വോട്ട് ചോർന്നു എന്നുള്ളത് RSSനെയാണ് അതിനെ കൂടുതൽ ബാധിക്കുക. പക്ഷെ RSS ഇവിടെ ചെയ്യുന്ന എന്താ? BJP-യിലെ വരെ എത്തി അത് അവിടെ നിന്ന് അവസാനിക്കണം. RSSലേക്ക് ചർച്ച എത്തരുത്. RSSന്റെ തോൽവി ഈ കേരള സമൂഹം ചർച്ച ചെയ്യരുത് എന്നത് വെച്ചിട്ട് BJP-ക്ക് അകത്ത് ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കി
പൊതുജനങ്ങളുടെ ശ്രദ്ധ മാറ്റിവിടുകയാണ് RSS ശ്രമിക്കുന്നത്. RSSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു കാര്യവും വിലപ്പോകില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് തോറ്റമ്പിപ്പോയിട്ടുള്ളത്. ആ പാലക്കാട്ടെ പ്രവർത്തനം, അതായത് A ക്ലാസ് മണ്ഡലത്തില് RSSന്റെ നേതൃത്വത്തിൽ എത്രയോ വോട്ടുകൾ അവർ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞു, എത്രയോ വോട്ടുകൾ അവര് ചേർത്തു എന്ന് പറഞ്ഞു. അവര് മതപരമായി പോലും അല്ല അവിടെ വോട്ട് പിടിക്കുന്നത്, ജാതി കളിച്ചാണ് അവർ വോട്ട് പിടിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ജാതി അടിസ്ഥാനപ്പെടുത്തി വോട്ട് കൂട്ടി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയിലാണ് RSSന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ഇവിടെ നമ്മൾ BJPയിലെ ഏതെങ്കിലും സുരേന്ദ്രനോ മുരളീധരനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ ഒന്നും അല്ല, RSSനെയാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. RSSന്റെ തോൽവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. RSSന്റെ ഹിന്ദുത്വ അജണ്ടയുടെ പരാജയമാണ് പാലക്കാട് കണ്ടത്. പാലക്കാട് ജനങ്ങൾ അത് തോൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം, അതിനകത്ത് LDFന് പരാജയം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അപ്പോഴും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള വിജയം എങ്ങനെയാണ്? മതന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുടെ നേരിട്ടുള്ള പിന്തുണ, അതുപോലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇത് അവിടെ നടത്തുന്ന വലിയ രീതിയിലുള്ള ഒരു മതപരമായ വേർതിരിവ് പാലക്കാട് ഉണ്ടാക്കാതെ നടത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചുമതല കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് RSSനെ മുൻനിർത്തി നടത്തേണ്ട ചർച്ച BJPയിൽ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ഇപ്പൊ നടക്കുന്നത്. അത് അവിടെ തീർക്കാനല്ല. കേരള സമൂഹം ഒന്നടങ്കി RSSനെതിരെയാണ് വിളിച്ചുകൊണ്ടത്. RSSന്റെ പരാജയമാണിത്. ഓക്കെ ദീപു, വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് സതീഷ് കുമാർ ചേരുന്നു. സതീഷ് കുമാർ, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. അഭിപ്രായം പറഞ്ഞോളൂ. സ്വാഗതം മാഡം. ഞാൻ പറയുന്നത് പാലക്കാട് BJP തോറ്റ്, അത് ശരി തന്നെ. പക്ഷേ ഈ പാലക്കാട് BJP ഒരിക്കലും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പാലക്കാട് എല്ലാ ചാനലും നഗരസഭ അവരുടെ കയ്യിലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. പാലക്കാട് ഇതുവരെ BJP ജയിച്ചിട്ടില്ല. എല്ലാ ചാനലും പാലക്കാട് BJP തോറ്റ്, പാലക്കാട് BJP തോറ്റെന്നും പറഞ്ഞ് കൊട്ടിക്കോശ് നടക്കുകയാണ്. പക്ഷേ നമ്മുടെ മഹാരാഷ്ട്രയിലെ മറ്റുള്ള പാർട്ടികളൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു. അതിനെക്കുറിച്ചൊന്നും ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും പാലക്കാട് BJP തോറ്റ്, പാലക്കാട് BJP തോറ്റെന്നും പറഞ്ഞാണ് നടക്കുന്നത്. ഇത് വളരെ ഒരു ചാനലിന്റെ വളരെ ഒരു ഇതില്ലായ്മയാണ്. എല്ലാം ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി കൊടുക്കണം. എല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ വിഷയം മാത്രമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. എവിടെ മേലെ ചർച്ച ചെയ്യണം? നമ്മളൊക്കെ കാണുന്നില്ല. ഇപ്പൊ ഈ ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റ, അതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ നിങ്ങള്. ഈ പാലക്കാട് BJP തോറ്റ കാര്യം മാത്രമേ പറയെടുത്തു. അതെന്തുകൊണ്ട് തോറ്റു? അവിടെ പടലപ്പിണക്കമുണ്ടായി, ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കമുണ്ടായി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്, പൊതുവേദിയിൽ അല്ലെങ്കിൽ വാർത്തയായി നൽകിയിട്ടുള്ള വിഷയങ്ങളാണ്. അതൊക്കെ ചെറുതായിട്ട് ന്യൂസ് പോലെ അങ്ങനെ പോകുന്നേ ഉള്ളൂ. ബാക്കി ഇപ്പൊ പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടന്നിടത്തൊന്നും എല്ലാവരും കോൺഗ്രസ് ഒക്കെ പലയിടത്തും പരാജയപ്പെട്ടു. അതൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിനകത്ത് കാണിക്കുന്നേ ഇല്ല, പറയുന്നേ ഇല്ല. ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയത്തിൽ ഒരു പ്രാധാന്യം കൂടുതലുണ്ട്. ഇന്ന് ഒരു ഹൈലൈറ്റ് ആയി നിന്ന വിഷയം BJPയുടെ നേതൃയോഗമാണ്. അതിൽ ഈ പ്രമുഖരായ നേതാക്കന്മാർ പങ്കെടുത്തില്ല. എന്നിട്ട് പോലും സുരേന്ദ്രൻ ആരോപിക്കുന്നത് ഈ പ്രശ്നങ്ങളും നേതൃമാറ്റ ആവശ്യവും ഒക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ ദിവസം ചർച്ചയായി എത്തിയത്. LDFും UDFുമായിട്ടോ CPMോ കോൺഗ്രസുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അതാത് ദിവസത്തെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യും. അതിൽ പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാനുള്ള അവസരമൊരുക്കും. അതാണ് നമ്മുടെ ശൈലി. അല്ല, അതൊക്കെ അതിനെ സംബന്ധിച്ച് എനിക്ക് ഈ BJP എന്ന പാർട്ടിയുടെ ഒരു കാര്യം പറയാനുള്ളത്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുള്ള ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് അവിടെ നിന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി വന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഇപ്പോഴേ അവർ പ്രവർത്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇത് കിട്ടും, അവർക്ക് റിസൾട്ട് കിട്ടും. ആ സമയമാകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ശരി, വളരെ നന്ദി സതീഷ് കുമാർ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. വർക്കലയിൽ നിന്ന് ബിനു ആണ് അടുത്തതായി ചേരുന്നത്. ബിനു, നമസ്കാരം, സ്വാഗതം. പറഞ്ഞോളൂ, അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? നമസ്കാരം. അതായത് ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാല് പാർട്ടി അധ്യക്ഷൻ രാജിവെക്കണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. ഇത് ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തില് ഒരു തോൽവി, ഇതുവരെ തോറ്റിട്ട് മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ വീണ്ടും തോറ്റതിന് എന്തിന് രാജിവെക്കണമെന്നാണ് മാധ്യമങ്ങളായാലും എതിർ പാർട്ടിയിലുള്ളവർ പറയുന്നതിന്റെ ആ ലോജിക്ക്. എതിർ പാർട്ടിക്കാരോ മാധ്യമങ്ങളോ അല്ല ഇവിടെ ഇത് പറയുന്നത്, BJPക്കുള്ളിലുള്ള ആളുകൾ തന്നെയാണ്. അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ. അതായത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വയനാട് ബൈ ഇലക്ഷൻ ഇതിന്റെ കൂടെ നടന്നു.
അവിടെ CPI സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ശരാശരി കണക്കെടുത്താല് പാലക്കാട് BJPക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വോട്ട് CPIക്ക് വയനാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ CPIയുടെ സെക്രട്ടറി രാജിവെക്കേണ്ടതുണ്ടോ? അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമല്ലേ. നമ്മളിത് മാറണമെന്നോ അല്ലെങ്കിൽ മാറ്റണമെന്നോ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നില്ല, മറ്റു പാർട്ടിക്കാരും ആവശ്യപ്പെടുന്നില്ല. ഇത് BJPക്ക് ഉള്ളിലെ ഉൾപാർട്ടി പോരാണ്. അതിനുള്ളിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ആവശ്യപ്പെടുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, അത് ശരിയാണ്. പക്ഷെ ഇത് ഈ ഇത്രയും അമിത പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ന്യൂസ് 18 അല്ല പറയുന്നത്, പൊതുവിൽ കേരളത്തിലുള്ള ചാനലുകളെല്ലാം BJP വിരുദ്ധരുടെ ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവര് ഇത് BJPക്ക് ദോഷം ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് മാത്രം അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചിലർ പറഞ്ഞതാണ് ഈ SDPIയുടെ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞില്ല എന്ന്. അപ്പൊ അവര് SDPക്കാർക്ക് വോട്ട് ചെയ്യണ്ടേ? അവർക്ക് വോട്ടേഴ്സ് രജിസ്റ്റർ പേരുള്ള അവർക്ക് വോട്ട് ചെയ്യണ്ടേ? അവരെ വോട്ട് ആർക്കും വേണ്ടി പിന്നെ അവരെന്ത് ചെയ്യും? അവരെ വോട്ട് അവരുടെ സംവിധാനാവകാശം ആർക്കെങ്കിലും രേഖപ്പെടുത്തും. അതിന് ഈ എതിർ പാർട്ടി BJPക്കാരോ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരോ പറയേണ്ട വല്ല കാര്യമുണ്ട്? അതും കൂടെ ഒന്ന് ചർച്ച ചെയ്യണേ. ശരി, വളരെ നന്ദി ബിനു, വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നെടുമങ്ങാട് നിന്ന് ബൈജു ആണ് ചേരുന്നത്. ബൈജു, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു BJPയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, കണ്ണൂരാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരുപാട് വ്യക്തികളുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ആ കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എന്ന് പറയുന്നത് ഇന്നും അവരുടെ ജീവിതം പോലും ബലിയർപ്പിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നും ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ജീവച്ഛവമായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് കണ്ണൂർ. ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ പുറത്തുള്ള ഒരു സ്ഥലം. അത്രയ്ക്ക് മാത്രം അവിടെ പീഡനങ്ങൾ സഹിച്ചാണ് അവർ വന്നിട്ടുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ സുരേന്ദ്രൻ ഇനി വേണ്ട എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം? കെ സുരേന്ദ്രൻ വേണ്ട എന്നുള്ളതൊന്നും പറയില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി വന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചത് താഴെ തട്ടില് സാധാരണ പ്രവർത്തകരുടെ കാര്യങ്ങൾ തിരക്കി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അടിസ്ഥാനപരമായി വർക്ക് നടത്തി നല്ലൊരു രീതിയിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കെ സുരേന്ദ്രൻ വന്നതുകൊണ്ട് ആ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്, മാറ്റം വേണമെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പൊന്നും അല്ല അതിന്റെ കാരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാന്യമായ വോട്ട് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് അത് പരിഹരിച്ച് അതാത് സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്, അവിടെയുള്ള പ്രവർത്തകരുടെ വിഷമം എന്താണ്, ഇത് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ആരെങ്കിലും ഒരു സമയത്ത് ഒരാൾ വന്നിറങ്ങിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാണ് അവരോട് മറ്റുള്ള പ്രവർത്തകരുടെ വിഷമവും ബുദ്ധിമുട്ടും അവരുടെ അഭിപ്രായങ്ങളും ചോദിക്കാതെ ആ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനം ഇല്ലാതെയുള്ള പ്രവർത്തനം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി ബൈജു, നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് അനിക്കുട്ടനാണ്. അനിക്കുട്ടൻ, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. അനിക്കുട്ടൻ, എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? മാഡം നമസ്കാരം. നമസ്കാരം. ഇത് ഈ BJP ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞു പാലക്കാട്. അവിടെ UDF ജയിച്ചു, രാഹുൽ മാങ്കൂട്ടത്തില് 15 ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഇപ്പം കിടന്ന ഇടതിനും പലതിനും കിടന്ന അടിയ. ഇതൊക്കെ ഈ ഇന്നത്തെ വിഷയം ഇതല്ലായിരുന്നു മാഡം എടുക്കേണ്ടത്. ഇന്നത്തെ വിഷയം എടുക്കേണ്ട ഒരു കേസ് കെട്ടുണ്ടായിരുന്നു. നമ്മുടെ പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ മരണം സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുടുംബം ഇന്ന് ഹൈക്കോടതി പോയിരിക്കുക. ഇന്ന് ഇതെടുക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇതൊക്കെ വെറും ചീള് കേസ് കെട്ട, ഇതൊന്നും എടുക്കാനേ പാടില്ല. നമുക്ക് തന്നെ മലയാളിക്ക് തന്നെ ഒരു അഭിമാനം. ഈ കേസ് കെട്ടുന്ന എടുക്കുക, ഇതൊക്കെ വെറും ചീള്. പക്ഷെ ഇന്ന് ഇത് എടുക്കുമെന്ന് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ കുടുംബത്തെ രക്ഷിക്കാൻ നമ്മുടെ മലയാളി സമൂഹം ഒന്നിച്ചു നിൽക്കും എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളിൽ നിന്ന് അതൊന്നും കൊണ്ട് ആഘോഷിക്കുന്നില്ല, ഒന്നുമില്ല. ഈ ഭരണപക്ഷത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാം പേടിയാണാവുന്നത്. ഈ ഭരണപക്ഷത്തിരിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തകരെ പേടിച്ചാ ഇതൊന്നും എടുക്കരുത്. ഇതൊക്കെ വളരെ ഭയന്നിട്ടൊന്നുമല്ല ആനിക്കുട്ടൻ ആ വിഷയം എടുക്കാതിരുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യം കണ്ടു, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ അത്രത്തോളം മൂല്യമുള്ളതായി തന്നെ കണക്കാക്കുന്നു. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും.
ഉമേഷാണ് വിളിക്കുന്നത് പാലയിൽ നിന്ന്. ഉമേഷ്, സ്വാഗതം, നമസ്കാരം, പറഞ്ഞോളൂ അഭിപ്രായം. മാഡം, ഇത് സുരേന്ദ്രൻ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ട് ആ പാർട്ടി മുന്നോട്ട് പോകാൻ, സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് മുന്നോട്ട് പോകണ വലിയ പാടുപെടും. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കേരളത്തിലുള്ള മാധ്യമങ്ങളെല്ലാം ഈ BJPക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ധ്യേയത്തിൽ കൊടകര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ ഒരാളെങ്കിലും വിശ്വസിച്ചു പോകും, അറിയാതെ ആൾ വിശ്വസിച്ചു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ മാറി എന്നാൽ മാത്രമേ മാറി. ഇപ്പോൾ തന്നെ 20% ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി സുരേന്ദ്രൻ മാറി കൊടുത്തുകൊണ്ട് ഒരു വനിത ശോഭാ സുരേന്ദ്രനെ ആക്കട്ടെ, അതൊരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ വനിതയെന്ന് പറയുമ്പോഴേക്കും അത് ഒരുമാതിരിപ്പെട്ട പാർട്ടിയെ കൊണ്ടൊന്നും സാധിക്കില്ലാത്ത, CPM-നെ കൊണ്ട് ഒട്ടും സാധിക്കില്ലാത്ത ഒരു ഇതായി. കാരണം CPM എല്ലാം എപ്പോഴും ആണത്വം മാത്രം കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷാധിപത്യം മാത്രം കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം, മുന്നോട്ട് വരുന്ന വനിതകളെ എല്ലാം അടിച്ച് വൃത്തി താഴോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് CPM. അതുപോലെയല്ല BJP. ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലും സുരേന്ദ്രന്റെ ഒരു ഇടപെടൽ ഉണ്ടായി, അതിലൊരു പാളിച്ച സംഭവിച്ചു എന്നൊക്കെ കരുതുന്നുണ്ടോ? ഉണ്ട്. ശോഭാ സുരേന്ദ്രനാക്കാരൻ നിഷ്പ്രയാസം ജയിച്ചു പോയാൽ രാഹുൽ മാങ്കോട്ടത്തിന്റെ ഈ അഭ്യാസ പരിപാടി ഒന്നും അവിടെ ചെലവാകില്ലായിരുന്നു. കാരണം ഒരുപാട് വനിതകളൊക്കെ ശോഭാ സുരേന്ദ്രന്റെ കൂടെ കൂടിയാണ്. ഈ പാർട്ടിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ സുരേന്ദ്രൻ ഇങ്ങനെ ഈ കയറി ഇരുന്നാൽ ഒരുപാട് കുഴപ്പങ്ങളാണ്. ഇനി മുന്നോട്ട് ഈ പാർട്ടി വളരാതെ പറ്റിപ്പോകും. കാരണം വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കി നരേന്ദ്രമോദി അമിത്ഷായും കൂടെ പിടിച്ചടക്കി കൊണ്ടുവരുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ, ഈ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനമൊക്കെ വട്ടപൂജിയായിപ്പോയി. ഒരു കാലത്ത് എതിരില്ലാതെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഈ പരുവത്തിലായിപ്പോയി. എന്നിട്ട് ഈ കേരളത്തിൽ ഒരു പുരോഗമനം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം. അതുകൊണ്ട് സുരേന്ദ്രൻ മാറിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ അതുപോലെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ കൊണ്ടുവന്നാലും മതി. പുള്ളിയെക്കാരണം ആരും ഒരു കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു അപമാനമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പുള്ളിയൊക്കെ വരണം. എന്നാൽ മാത്രമേ ഈ പാർട്ടി മുന്നോട്ട് വരത്തുള്ളൂ. പിന്നെ CPM-ന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ സാറേ, അതിലെ മാഡം ഒരു കട്ട പുകയായ കേസാണ്. അത് തീർന്നു. ഇവിടം കൂടെ ഉള്ളൂ. ഇവിടം കൂടെ കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കാര്യം ഗോവിന്ദായി. പിന്നെ ചില കപ്പലണ്ടി വിൽക്കാനോ കടല വിൽക്കാനോ ഒക്കെ പോകേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ല, സരിന് ഒരു ചിഹ്നം പോലും ഇല്ല. അത് ഏകപാലം പറഞ്ഞാൽ ഈനാബിറ്റിയോ മരപ്പെട്ടിയൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ചേലക്കര നിലനിർത്തിയില്ലേ? അതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ചേലക്കര നിലനിർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. വോട്ട് കുറഞ്ഞു പോയില്ലേ? അവിടെ BJP അല്ലേ വോട്ട് കൂട്ടിയത്. BJP അവിടെ വോട്ട് കൂട്ടി. അതൊന്നും നിങ്ങളൊന്നും ചർച്ച ചെയ്യല. അതൊക്കെ ഞങ്ങൾക്കറിയാം. അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യലെന്നേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്കറിയാം. BJP അവിടെ വോട്ട് കൂട്ടും. 10,000 വോട്ട് അവിടെ കൂട്ടിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ ചർച്ച വരികയല്ല. അത് പോട്ടെ. അതുപോലെ ആ പെൺകുട്ടി, ആ മിടുക്കിയായ പെൺകുട്ടി വയനാട്ടിലെ ന്യായമായ വോട്ട് പിടിക്കുക. അതൊന്നും ഇവിടുത്തെ ചാനലുകാർ ചർച്ച ചെയ്യാം. പക്ഷെ ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയകുമാറാണ്. അജയകുമാർ, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. പറഞ്ഞോളൂ, അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഏതായാലും ഇപ്പൊ ഈ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തൊട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും പിന്നെ കുറെ നിഷ്പക്ഷ നിരീക്ഷകർക്കും എല്ലാം BJP അങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിച്ചവർ താറുകൊടുത്തങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ പാലക്കാട്ട് തോറ്റു. എന്താണ് തോറ്റത്? സുരേന്ദ്രനെ മാറ്റണം. ചേലക്കരയിൽ വോട്ട് കൂടിയത്, അത് ഞങ്ങൾ ചർച്ച ചെയ്യത്തില്ല. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ തോറ്റ് തുന്നം പാടിയത് ചർച്ച ചെയ്യാനേ പാടില്ല. എന്തെല്ലാം അഴിമതി ആക്ഷേപങ്ങളുമായിട്ടാണ് LDF-നെതിരെ അഴിച്ചുവിട്ടുകൊണ്ട് കോൺഗ്രസ് ഇവിടെ പാലക്കാട്ടും ചേലക്കരയിലും പ്രചരണം നടത്തിയത്. ചേലക്കരയിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആധിപത്യം അവിടെ നിലനിർത്തിയില്ലേ? അതുപോലെ തന്നെ കോൺഗ്രസ് അവിടെ നിലനിർത്തി. അത് BJP-യുടെ സീറ്റ് അല്ലത്. അവര് കഴിഞ്ഞ 140 നിയമസഭാ മണ്ഡലത്തിലും അവർ മത്സരിച്ചത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്. 140-ലും തോറ്റു. അപ്പൊ ഉടനെ തന്നെ പ്രസിഡന്റിനെ മാറ്റുകയാണോ ചെയ്യുന്നത്? PS ശ്രീധരൻപിള്ളയെ മാറ്റി കുമ്മനം രാജശേഖരൻ വന്നു. അദ്ദേഹത്തെ മാറ്റി ഇദ്ദേഹം വന്നു. ഇങ്ങനെ ഓരോരുത്തർ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ വോട്ടുകളെല്ലാം തിരിച്ചു മറിച്ചു പോകും. ഏതെങ്കിലും ഒരു പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് എടുക്കുന്ന തീരുമാനമാണോ? ഏതൊരു പാർട്ടി ആയാലും ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, അവർ വ്യക്തിപരമായിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? ഏകാധിപത്യ പ്രവണത കെ സുരേന്ദ്രൻ ഉണ്ട് എന്ന് ആരോപിക്കുന്നത് BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ്, പുറത്തു നിന്നുള്ള ആളുകളല്ല. അപ്പോൾ അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ്, ആഭ്യന്തര പ്രശ്നമാണ്. എനിക്ക് നോക്കൂ, നിങ്ങൾ മാധ്യമങ്ങൾക്ക് സ്കൂപ്പുകളൊക്കെ കിട്ടുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർക്ക് അത്തരം അനുഭവങ്ങളും അറിവുകളും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തണം. ഇന്ന
ഇന്ന മെമ്പർ, ഇന്ന അംഗം, ഇന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അല്ലെ സോ ആൻഡ് സോ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെയെന്ന്. അതാരും നിങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറല്ല. അപ്പൊ പിന്നെ ആരും എവിടെ അല്ല, നേരിട്ട് നമ്മുടെ കൺമുന്നിൽ ഒരു തെളിവുണ്ട്. സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് BJP വിട്ടുപോയത്? സന്ദീപ് വാര്യർ എന്തിനാണ് BJP വിട്ടുപോയതെന്ന് പൊതുസമൂഹത്തോട് ചോദിക്കുന്നതിന് പകരം കഴുത്തേന്ന് കാലിന്റെ പാദം വരെ ഒരു പ്ലാസ്റ്ററും ചുറ്റി ആശുപത്രി കിടന്ന് എന്തിനാണെന്ന് അയാളോടൊന്ന് ചോദിക്കാവോ? എന്നിട്ട് പൊതുസമൂഹത്തോടൊന്ന് പറയാം എന്തോ കാര്യമാണെന്ന്. ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം സന്ദീപ് വാര്യരുടെ കാര്യം. നീച്ചൻ പാർട്ടി ആരും വിടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അവരവരുടെ എന്താണ് പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അയാൾ നീച്ചനാണ്, അയാളൊരു നീച്ചനാണ്, അതിന് യാതൊരു സംശയമില്ല. വളരെ നന്ദി അജയകുമാർ, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിനും വിളിച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പിയാണ് വിളിക്കുന്നത്. സൂപ്പി നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. നമസ്കാരം. മണിക്കൂർ നീട്ടിയതിൽ സന്തോഷം. അതെ, പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സമയം. ഞാൻ ആദ്യം മനു സാറിനോട് പറഞ്ഞു 5 മണിക്ക് ശേഷം, കാരണം ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ അഭിപ്രായങ്ങൾ പറയാൻ. കാരണം അവര് ഓഫീസിലായിരിക്കും, അപ്പൊ അവർക്കും കൂടി ഈ അവസരം കൊടുക്കാൻ 5 മണി മുതൽ 6 മണി ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. പോട്ടെ, അത് കഴിഞ്ഞു. അത് സാധ്യമായ ഒരു മാറ്റമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അത് മാറ്റിയാൽ നന്നായിരുന്നു. പല ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ മാത്രമല്ല അവസരം കിട്ടും, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ, പൊതു പരിപാടി ഞങ്ങൾക്കൊന്നും ഇത് ആവശ്യമുണ്ടോ, ഞങ്ങൾ കേൾക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, അതൊന്ന് നിങ്ങൾ പരിഗണിക്കണം. ശരി, നമുക്ക് പരിശോധിക്കാം, പരിഗണിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സൂപ്പി അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ BJP മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളില് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ BJP മാത്രം എന്താക്കി, ഞാൻ BJP-ക്കാരനല്ലെങ്കിലും ഈ സാഹചര്യത്തിൽ BJP-യുടെ നയങ്ങളെ എതിർക്കുന്ന കക്ഷിയാണ്. പക്ഷെ ഈ അവസരത്തിൽ BJP-യിൽ മാത്രമല്ല അഭിപ്രായം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ BJP അത് പുറത്തു വരുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ സുരേന്ദ്രൻ മാറിയെ കൊണ്ടൊന്നും BJP രക്ഷപ്പെടുമെന്ന് എന്റെ അഭിപ്രായമില്ല. പിന്നെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്ന ഈ BJP-യെ ഇങ്ങനെ പോയാൽ അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് ഏതെങ്കിലും പദവി ഉൾക്കൊള്ളിക്കും. കാരണം ഇപ്പോ കേന്ദ്രത്തിൽ സുരേഷ് ഗോപിയും മറ്റുള്ള കേന്ദ്രമന്ത്രി പുതിയൊരു മന്ത്രിയില്ല, അവരൊക്കെ കൊണ്ടുവന്ന് ഇയാളെ ഒരു MP പോലും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അപ്പോൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാത്തത് കൊണ്ട് എന്താ BJP-ക്ക് കേന്ദ്രത്തിൽ ഒരു പിടിപാടുമില്ല എന്നുള്ളതിന്റെ ഇതല്ലേ, തെളിവല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ വന്ന് എത്ര പണമാണ് ചെലവഴിച്ചത്, അതിന്റെ പേരിൽ ഹെലികോപ്റ്റർ വേറെ, മറ്റ് യാത്രകൾ വേറെ ഒക്കെ ചെയ്തുകൊണ്ട് കണ്ടമാന ചെലവ് വന്നിച്ചു. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ BJP ഉദ്ദേശിച്ച് നടക്കും. എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത്? അത് കേരളത്തിൽ BJP വളരുതെന്നാണ് സുരേന്ദ്രന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതാണ് സൂപ്പിയുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. എന്തായാലും ഒരു ഇടവേള കൂടി എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കുടുംബം വീണ്ടും സ്വാഗതം പൊതുവേദിയിലേക്ക്. ഇപ്പോൾ എന്തായാലും കോഴിക്കോട് നിന്ന് ശശിധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിധരൻ നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. നമസ്കാരം. പിന്നെ കേരളത്തില് BJP അധ്യക്ഷ സ്ഥാനം സുരേന്ദ്രൻ ഒഴിഞ്ഞതുകൊണ്ട് ഒന്നും കേരളത്തില് ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല. പിന്നെ കേരളത്തിലെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രവർത്തനം വളരെ ഒരു മോശപ്പെട്ട രീതിയിലാണ്. പിന്നെ ഇപ്പോ പാലക്കാട് അവിടെയൊക്കെ ഈ ശ്രീധരനെ വരെ മത്സരിപ്പിച്ചിട്ട് ചെറിയ തോറ്റുപോയില്ല. ആ സ്ഥാനാർത്ഥിയുടെ കുഴപ്പങ്ങളൊന്നല്ല BJP കേരളത്തിൽ വളരാതിരിക്കാനുള്ള കാരണം. അപ്പൊ അതിനു വേണ്ട പാർട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിന് BJPക്ക് ഒരു നിലനിൽപ്പുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി ശശിധരൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് പ്രേമനാണ് വിളിക്കുന്നത്. പ്രേമൻ നമസ്കാരം, പറഞ്ഞോളൂ അഭിപ്രായം. അഭിപ്രായം സുരേന്ദ്രൻ മാറിയൊന്നുമില്ല, അയാൾ പെട്ടെന്ന് വന്നിട്ട് ഒരു സ്ഥാനത്ത് ഇരുന്നല്ലോ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇന്നലെ മിഞ്ഞാന്ന് ചാനലുകാർ കൊണ്ടിട്ട് ശിവരാമന്റെ വായിൽ വെച്ചിട്ട് പറയുന്നിട്ട്
നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ടാണ് സുരേന്ദ്രൻ അല്ല മറ്റേ നമ്മളെ കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞതെന്ന്. ഹലോ, മനസ്സിലായില്ല, ഒരിക്കൽ കൂടി പറയാമോ? അതായത് നമ്മളെ ശിവരാമന്റെ ആ മുന്നിൽ മൈക്കും വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ടാണ് കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞതെന്ന്. ഈ കൃഷ്ണകുമാർ എവിടെയാ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്? മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞു? എന്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ടാണ് ടെലിവിഷൻ ചാനലുകളാണോ അതോ യൂട്യൂബ് മാധ്യമങ്ങളാണോ? യൂട്യൂബ് അല്ല, ഈ ചാനലുകാർ തന്നെ. അതായത് പിന്നെ അയാൾ എന്നേരം പ്രതികരിക്കുന്നത് അത് വിദ്യാഭ്യാസം ഇല്ല എന്നൊന്നും മാധ്യമങ്ങൾ പറയും, അങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുമില്ല. ഇത്രയും സമയം വെച്ച് വിളിക്കാൻ കാരണം അതുകൊണ്ടാണ്. കൃഷ്ണകുമാർ പറയുന്ന അയാളെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ മാധ്യമക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ടാണെന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കില്ല. കൃഷ്ണകുമാർ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാകും, അതായിരിക്കും. കൃഷ്ണകുമാർ പറഞ്ഞത് അയാൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. അപ്പോ അതായത് കൃഷ്ണകുമാറെ ആസ്തി റിപ്പോർട്ട് എൽസനിൽ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടാണ് ചർച്ച വന്നത്. അന്ന് മാധ്യമക്കാർ പറയുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ടാണെന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ. ഇപ്പോൾ അങ്ങനത്തെ ഒരു വർത്താനം പറയാൻ പാടില്ല. മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് കിട്ടുന്നത് ചെയ്യണം. എന്തായാലും പ്രേമൻ, താങ്കളുടെ നിരീക്ഷണം എന്തായാലും തെറ്റാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം മാധ്യമങ്ങൾ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം മാധ്യമങ്ങൾക്കില്ല. ഉള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. അത് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വളരെ നന്ദി പ്രേമൻ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചന്ദ്രൻ നായരാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ചന്ദ്രൻ നായർ, നമസ്കാരം, സ്വാഗതം വേദിയിലേക്ക്. മാഡം, BJP കേരളത്തിലെ ഒരു മൂന്നാം മുന്നണി എന്നുള്ള രീതിയിൽ വേര് പിടിച്ചു തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത്. അവരെന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തകർ, ഇപ്പം നമുക്ക് പ്രവർത്തകരെന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തകർ മാറിയതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള ഗുണമില്ല. അതിന് പകരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക BJP. അവരുടെ കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം അതെന്താന്ന് വെച്ചാൽ നിയമപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ തന്നെ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ BJPക്ക് എന്ന് വെച്ചാൽ ഒരു ഭാവിയുണ്ട്. പക്ഷെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പോരാ. ഇപ്പൊ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ മാറിയതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ BJPക്ക് എന്താന്ന് വെച്ചാൽ ഒരു സ്കോപ്പുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ചന്ദ്രൻ നായർ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്നാണ് ശിവൻ. നമസ്കാരം ശിവൻ, പറഞ്ഞോളൂ അഭിപ്രായം. എനിക്കിപ്പോ സുരേന്ദ്രൻ രാജിവെച്ചു അതിനകത്തൊന്നും ഒരർത്ഥമില്ല. എന്ന് വെച്ചാൽ അത് എന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഓരോരുത്തരും നോക്കുന്നത് എന്തെന്നാ, എനിക്ക് വലുതാവണം എന്നാണ്. അത് തന്നെയല്ല ഇപ്പൊ ഈ BJPയുടെ പേരാണ് പറയുമ്പോ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വിറയ്ക്കണം. എന്തിനാ? അവർക്കെന്താ എത്ര വലിയ പേടി? ഇത് ഒന്നും പറയാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ വിറയ്ക്കാണ്. എന്തിനാ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതിന്റെ പകുതി BJP ചെയ്യുന്നതാ? വെട്ടും കുത്തും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സുരേന്ദ്രൻ രാജിവെച്ചിട്ട് എന്താ കാര്യം? ഈ സുരേന്ദ്രനൊക്കെ ഉണ്ടായിട്ടല്ലേ ഈ ശബരിമലയിലെ പെണ്ണുങ്ങൾ കയറാതിരുന്നത്. അല്ലാണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പവറും കൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ പവറും കൊണ്ടൊന്നും അല്ല. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. നന്ദി ശിവൻ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് സലീമാണ്. സലീം, നമസ്കാരം, സ്വാഗതം പൊതുവേദിയിലേക്ക്. അഭിപ്രായം പങ്കുവെച്ചോളൂ. നമസ്കാരം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി പെർഫോമൻസ് വളരെ മോശമായിരുന്നു. കാരണം അദ്ദേഹം ആ ടെലിഫോൺ റിസൾട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അയാൾ ഒരു സൂട്ടബിൾ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളത്. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രൻ മാറി വെച്ചിട്ട് പ്രത്യേകിച്ച് BJPക്ക് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സുരേന്ദ്രൻ പോയാൽ വേറെ സുരേന്ദ്രൻ വരും, മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയതോട് കൂടിയിട്ട് ഒരു കാര്യം ബോധ്യമായി, കേരളത്തിൽ ഏതൊരു BJPക്കാരനും മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത്രമാത്രം മറ്റ് പാർട്ടികളെ വിമർശിച്ച ഒരാൾ ആദ്യം CPMലേക്ക് പോകാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അത് നടന്നില്ല. എന്താ പ്രശ്നം അവിടെ ഉണ്ടായതെന്ന് അറിഞ്ഞൂടാ. പിന്നെ കോൺഗ്രസിലേക്ക് മാറി. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, BJPയിൽ ഇന്ന് നിലവിലുള്ള ഏതൊരു വ്യക്തിക്കും ഇൻക്ലൂഡിങ് ശശികല ടീച്ചർക്കടക്കം
മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ, എന്നുള്ളതാണ് വ്യക്തമാണ് സലീം. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ കാത്തു നിൽക്കുന്നുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്ന് വിളിക്കുന്നത്. സന്തോഷ്, നമസ്കാരം, പറഞ്ഞോളൂ. ഈ സുരേന്ദ്രൻ മാറിയാലും BJP കേരളത്തിൽ വെച്ചുപിടിക്കുന്നില്ല. കാരണം പാലക്കാടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ പാലക്കാടിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ് അവിടെ വന്നേക്കുന്നത്. നഗരസഭയുടെ വികസനം നമ്മൾ കണ്ടതല്ലേ, അവിടെ റോഡുകളുടെയും അവിടുത്തെ എല്ലാ ഇതിന്റെ വികസനത്തിന്റെ അവസ്ഥ കണ്ടല്ലേ. പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ഇവര് CPM തന്നെ പറയുന്നത് എന്ന് വെച്ചാല് SDPയുടെ വോട്ട് പിടിച്ചിട്ടാണ് ജയിച്ചത്, ജമാഅത്തിന്റെ വോട്ട് പിടിച്ചത്. 6000 വോട്ട് SDPക്ക് ഉണ്ട്, 8000 വോട്ട് അല്ലാതെയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് CPM ഈ കോൺഗ്രസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. CPM പരമാവധി BJPയെ ജയിപ്പിക്കാൻ നോക്കിയൊരു പാർട്ടിയാണ് CPM. പിന്നെ ചേലക്കരയുടെ വിഷയം പറയുന്നുണ്ട്. ചേലക്കരയുടെ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്തേക്ക് 12,000 വോട്ടേ ഇപ്പോൾ ഉള്ളൂ. അത് പിന്നെ ഈ ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. വെറും 12,000 വോട്ടല്ലേ ഇപ്പം കിട്ടിയിട്ടുള്ളൂ. ബാക്കി 10,000 വോട്ടിന് മുകളിൽ പിന്നെ BJP പിടിച്ചു, അവിടെ കോൺഗ്രസും പിടിച്ചിട്ടില്ലേ. ഭരണവിരുദ്ധ തരംഗം 40,000 വോട്ട് കിട്ടണ്ടേ ഇവർക്ക്? അത് കിട്ടിയിട്ടില്ലല്ലോ. വ്യക്തമാണ് സന്തോഷ്. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബാബു ആണ് വിളിക്കുന്നത്, തൃശ്ശൂരിൽ നിന്ന്. ബാബു, നമസ്കാരം, പറഞ്ഞോളൂ. BJPയുടെ കുറ്റം പറയാൻ ഇവിടെ എല്ലാ മാധ്യമങ്ങൾക്കും ഏറ്റവും വലിയ ഇഷ്ടം. കേൾക്കുന്നുണ്ട്. ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കും. BJPയുടെ കുറ്റം കണ്ടുപിടിക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും താല്പര്യം. മറ്റാരെയും കുറ്റം പറയാറില്ലേ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറില്ലേ? BJPക്ക് കുറച്ച് വോട്ട് കുറഞ്ഞതിന് ഇത്ര വലിയ പരിതാപനം ആർക്കും ഇത്ര വലിയ ബുദ്ധിമുട്ട്? BJPക്ക് ഏത് സമയത്തും 150 നിയമമണ്ഡലത്തിലും BJP നിൽക്കുന്നതിന് ഇവിടെ ഒറ്റയ്ക്ക് ഓരോ പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആര് ജയിക്കാന്നുള്ളത് ഒന്ന് മാധ്യമങ്ങളും ചർച്ച ചെയ്തു നോക്കും. ഓക്കെ ബാബു, നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സത്താറാണ് കായംകുളത്ത് നിന്ന് വിളിക്കുന്നത്. സത്താർ, നമസ്കാരം, വേഗം അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ പിന്നെ ഈ BJPയുടെ നേതൃത്വ മാറ്റം മാധ്യമ സൃഷ്ടിയാണ് എന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്ന് പറയുന്നത് ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കും. കാരണം എന്ന് പറയുന്നത് BJPക്കകത്ത് കുറെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളാണ് BJPയുടെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം. ആ ഗ്രൂപ്പുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാതെ BJP രക്ഷപ്പെടത്തില്ല. BDJS എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം രൂപം കൊണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട് BDJS BJPക്ക് സപ്പോർട്ടായി വന്നതിന് ശേഷം കേരളത്തിൽ BJPക്ക് വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിച്ചതാ. ആ BDJSനെ തന്നെ തകർക്കാൻ BJPക്കാർ തന്നെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് കഴിയുന്നില്ല. ആ പരിഹരിക്കാൻ കഴിയാത്തിടത്തോളം കാലം കേരളത്തിൽ നിന്ന് ഒരു MLA പോലും BJPക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയത്തില്ല. BJP നേതൃത്വം ആദ്യം ചിന്തിക്കേണ്ടത് അവരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ വിശ്വാസത്തിലെടുത്ത് ഈ നേതാക്കന്മാരെ മൊത്തം മാറ്റി പുതിയ കുറെ നേതാക്കന്മാരെ എടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ സത്താർ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെട്ടത്. എന്തായാലും വിഷയത്തിൽ ഊന്നി നിന്ന് അഭിപ്രായം പങ്കുവച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും നമ്മുടെ പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ 1 മണിക്കൂറാക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കൂടുതലായി വിളിക്കാനും അഭിപ്രായം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള സമയം ലഭിച്ചു എന്ന് കരുതുന്നു. എന്തായാലും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.